നമസ്കാരം പ്രിയമുള്ളവർ, എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ മീഡിയയിലേക്ക് ഹാർദമായ സ്വാഗതം. പി അൻവർ തൻ്റെ MLA സ്ഥാനം രാജിവെച്ചിരിക്കുന്നു. അതോടൊപ്പം തന്നെ അദ്ദേഹം കുറച്ച് ഏറ്റുപറച്ചിലുകൾ നടത്തിയിരിക്കുന്നു. വി സതീശനെതിരെ താൻ ഉന്നയിച്ച ആരോപണം അത് CPM നേതാക്കളുടെ അറിവോടുകൂടിയായിരുന്നു, അവരുടെ നിർദ്ദേശാനുസരണമാണ് എന്നൊരു ഏറ്റുപറച്ചിൽ നടത്തുകയും സതീശനോട് നിരുപാധികം മാപ്പ് അപേക്ഷിക്കുകയും ചെയ്തിരിക്കുന്നു. സതീശനും അദ്ദേഹത്തോട് മാപ്പ് കൊടുത്തുകൊണ്ടുള്ള പ്രസ്താവനകളുമായി മുന്നോട്ട് വരുമ്പോൾ അദ്ദേഹം ഒരുപക്ഷെ UDF ക്യാമ്പിൽ എത്തുമെന്നുള്ള ഒരു പ്രചരണം തന്നെയാണ് നടക്കുന്നത്. ഒപ്പം തന്നെ അദ്ദേഹം UDFന് ഒരു ചെക്ക് കൂടി കൊടുത്തിട്ടാണ് തൻ്റെ MLA സ്ഥാനം രാജിവെക്കുന്നതെന്ന് പറയാം. കാരണം അദ്ദേഹം പറയുന്നു, നിലമ്പൂർ ഇലക്ഷനിൽ താൻ മത്സരിക്കുന്നില്ല, പകരം കോൺഗ്രസിന് നിരുപാധിക പിന്തുണ കൊടുക്കുമെന്ന്. ഒരുപക്ഷെ ഈ കുറഞ്ഞ കാലയളവിനുള്ളിൽ, കാരണം 1.5 വർഷം മാത്രമേ കേരള നിയമസഭയുടെ കാലപരിധി അവസാനിക്കുന്നതിനുള്ളൂ എന്നതുകൊണ്ട് തന്നെ ഈ അടുത്ത മാസങ്ങൾക്കുള്ളിൽ തന്നെ ഒരുപക്ഷെ നിലമ്പൂർ ഒരു ഉപതെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങിയേക്കാം. ആ സമയം കൊണ്ട് തനിക്ക് ഒരുപക്ഷെ UDFൽ എത്താൻ കഴിയില്ല എന്നൊരു ധാരണ അദ്ദേഹത്തിനുണ്ടായിരിക്കും. കാരണം വളരെ കുറച്ച് ടൈം പീരീഡേ ഉള്ളൂ. ആ സമയം കൊണ്ട് ഒരുപക്ഷെ ചർച്ചകളൊക്കെ കഴിഞ്ഞ് തനിക്ക് UDFൽ ഇടം കിട്ടിയേക്കില്ല എന്ന് അദ്ദേഹം കരുതുന്നു. ഒറ്റയ്ക്ക് മത്സരിച്ചാൽ ഒരുപക്ഷെ അദ്ദേഹത്തിന് അവിടെ വിജയിക്കുവാനും കഴിഞ്ഞേക്കില്ല. കാരണം കഴിഞ്ഞ ഇലക്ഷനിൽ 3000-നടുത്ത് വോട്ടുകൾക്ക് മാത്രമാണ് അദ്ദേഹം പ്രകാശനോട് അവിടെ വിജയിച്ചത്. അപ്പോൾ ഒരുപക്ഷെ ഒറ്റയ്ക്ക് നിന്നാൽ അദ്ദേഹത്തിന് അവിടെ വിജയിക്കാൻ കഴിയില്ല, പക്ഷേ അദ്ദേഹത്തിന് അവിടെ വോട്ട് ബാങ്ക് ഉണ്ട് എന്നത് ഒരു സത്യം തന്നെയാണ്. അതുകൊണ്ട് അദ്ദേഹം പറയുന്നത് താൻ നിരുപാധികം കോൺഗ്രസിന് പിന്തുണ കൊടുക്കുന്നു എന്നാണ് പറയുന്നത്. പക്ഷേ അദ്ദേഹം ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്ന ഒരു കാര്യമുണ്ട് എന്നത് വളരെ നഗ്നമായ സത്യമാണ്. കാരണം നിലമ്പൂരിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ നിർത്തി വിജയിപ്പിക്കുന്നതിന് പകരമായി തനിക്ക് മലപ്പുറത്ത് ഉറപ്പുള്ള മറ്റൊരു സീറ്റ്, ഒരുപക്ഷെ ലീഗിന് കുറച്ചുകൂടി അപ്രമാദിത്വമുള്ള മറ്റൊരു സീറ്റ് അദ്ദേഹം ഉദ്ദേശിക്കുന്നുണ്ടാകാം എന്നതൊരു യാഥാർത്ഥ്യം കൂടിയാണ്. മറ്റൊന്നുകൂടി അദ്ദേഹം ഈ പ്രസ്താവന കൊണ്ട് അർത്ഥമാക്കുന്നുണ്ട്. അദ്ദേഹം പറയുന്നത് ആര്യാടൻ ഷൗക്കത്ത് അവിടെ മത്സരിക്കുന്നതിന് താൻ എതിരാണെന്ന് അദ്ദേഹം വ്യക്തമായി തന്നെ സൂചിപ്പിക്കുന്നു. അദ്ദേഹം സിനിമാ നടനാണ്, സിനിമയൊക്കെ എടുത്ത് നടക്കുന്ന ആളാണ്, സാംസ്കാരിക പ്രവർത്തനമാണ്. രാഷ്ട്രീയത്തിൽ അദ്ദേഹത്തിൻ്റെ പേര് കേട്ടിട്ടില്ല എന്ന് പത്രസമ്മേളനത്തിൽ PV അൻവർ സൂചിപ്പിക്കുന്നതോടുകൂടി ആര്യാടനെ അവിടെ മത്സരിപ്പിക്കുന്നതിൽ PV അൻവറിന് എതിർപ്പുണ്ട് എന്ന ഒരു സ്വരം കൂടി അൻവർ ഇവിടെ ഉയർത്തി കാണിക്കുന്നുണ്ട്. മറ്റൊന്ന്, അദ്ദേഹം P ജോയി എന്ന് പറയുന്ന കർമ്മ ഉത്സുകനായ വളരെ ചുറുചുറുക്കുള്ള ചെറുപ്പക്കാരൻ, മലപ്പുറത്ത് കോൺഗ്രസ്സുകാർ എന്നല്ല, കേരളത്തിലെ കോൺഗ്രസ്സുകാർ മുഴുവൻ മനസ്സിലിട്ട് ആദരിക്കുന്ന ഒരു വ്യക്തിത്വമാണ് ജോയിയുടെ എന്ന് പറയാം. കാരണം അദ്ദേഹത്തിൻ്റെ സമയത്ത് വളരെ അധികം ആളുകൾ കോൺഗ്രസിലേക്ക് മലപ്പുറം ജില്ലയിൽ കടന്നു വന്നു എന്ന് സോഷ്യൽ മീഡിയയും ഒക്കെ പത്രങ്ങളുമൊക്കെ സൂചിപ്പിക്കുന്നു. അദ്ദേഹത്തിൻ്റെ പേരാണ് PV അൻവർ നിർദ്ദേശിക്കുന്നത് നിലമ്പൂരിൽ മത്സരിക്കാൻ എന്നൊരു പ്രത്യേകതയും കൂടിയുണ്ട്. അതിൽ അൻവർ ലാക്കാക്കുന്ന മറ്റൊരു കാര്യം കൂടിയുണ്ട് എന്നത് വ്യക്തം. കാരണം അൻവറിൻ്റെ കുറേയേറെ ആരോപണങ്ങൾ DGPക്കെതിരെയും അതുപോലെയൊക്കെ RSS വൽക്കരണമൊക്കെ PV അൻവർ മുഖ്യമന്ത്രിക്കും അതുപോലെ പോലീസിനുമെതിരെ ആരോപിച്ചപ്പോൾ പറഞ്ഞൊരു കാര്യമുണ്ട്. അൻവർ മുസ്ലിം മത മൗലികവാദികളുടെ ശബ്ദം ഏറ്റെടുക്കുന്നു, സ്വർണ്ണക്കടത്ത് കള്ളക്കാരുടെ മുസ്ലിം മത മൗലികവാദികളുടെയൊക്കെ ശബ്ദം ഏറ്റെടുക്കുന്നു. അതിന് ഒരു അയവ് വരുത്തുവാനും ഒപ്പം ക്രൈസ്തവ സഭയെ ഒപ്പം നിർത്തുവാനും അവരുടെ കൂടെ പിന്തുണ ലഭ്യമാക്കുന്നതിന് വേണ്ടിയുമാണ് ജോയിയുടെ പേര് അൻവർ ഇവിടെ നിർദ്ദേശിച്ചത് എന്നൊരു യാഥാർത്ഥ്യം കൂടി ചില മാധ്യമങ്ങളൊക്കെ എടുത്തു കാണിക്കുന്നുണ്ട്. അൻവർ ഒറ്റപ്പെടിക്ക് ഒരു 2-3 പക്ഷികളെയൊക്കെ ലാക്കാക്കുന്നുണ്ട്. ഒന്ന്, UDFൽ പ്രവേശനം. തൽക്കാലം താൻ നിലമ്പൂരിൽ നിന്ന് വിട്ടുനിൽക്കുന്നു. കാരണം നിലമ്പൂരിൽ ഈ അവസരത്തിൽ ഒറ്റയ്ക്ക് മത്സരിക്കേണ്ടി വരും. അങ്ങനെ മത്സരിച്ചാൽ വിജയിക്കില്ല. പക്ഷേ ഈ അവസരം UDFുമായി വിലപേശാനുള്ള ഒരു സന്ദർഭമായി ഉപയോഗിക്കുകയും മറ്റൊരു സീറ്റ് അടുത്ത നിയമസഭാ ഇലക്ഷനിൽ, ഈ 1.5 വർഷത്തിനകത്ത് വരുന്ന നിയമസഭാ ഇലക്ഷനിൽ മലപ്പുറത്ത് നിന്ന് കരസ്ഥമാക്കുകയും ഒപ്പം തൻ്റെ രാഷ്ട്രീയ എതിരാളിയായ ആര്യാടൻ ഷൗക്കത്തിനെ ഇനിയൊരു അവസരം നിലമ്പൂരിൽ കൊടുക്കാത്ത വിധം അവിടെ ജോയിയെ പ്രതിഷ്ഠിക്കുകയും ആ സമയത്തിനോടൊപ്പം തന്നെ ക്രൈസ്തവ സഭയുടെ പിന്തുണയും തേടുക എന്ന ബഹുമുഖമായ ഉദ്ദേശ്യങ്ങൾ ഒറ്റയടിക്ക് നടപ്പിലാക്കുവാൻ ഇറങ്ങിപ്പെട്ടിരിക്കുകയാണ് PV അൻവർ എന്ന ഒരു സത്യം യാഥാർത്ഥ്യമായി നിൽക്കുകയാണ്. മറ്റൊന്നുകൂടി ചില മാധ്യമങ്ങളൊക്കെ സൂചിപ്പിക്കുന്നുണ്ട്. PV അൻവർ തെക്കൻ കേരളത്തിൻ്റെ തൃണമൂൽ കോൺഗ്രസിൻ്റെ സാന്നിധ്യം അല്ലെങ്കിൽ അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട സ്ഥാനത്തിലേക്ക് കടന്നു വരുന്നതോടൊപ്പം ചിലപ്പോൾ അദ്ദേഹം രാജ്യസഭയിലേക്ക് പശ്ചിമ ബംഗാളിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ടേക്കാം എന്നൊരു ധ്വനി കൂടി ചില മാധ്യമങ്ങൾ പങ്കുവയ്ക്കുന്നുണ്ട്. കാരണം തൃണമൂൽ എന്ന് വെച്ചാൽ മമതാ ബാനർജിയാണ്. മമതാ ബാനർജി പറയുന്നതിനപ്പുറം തൃണമൂലിൽ വേറെ അഭിപ്രായങ്ങളൊന്നും ഉയർന്നു വരുവാൻ സാധ്യതയില്ല. അതുകൊണ്ട് ഒരുപക്ഷെ കേരളത്തിൽ UDFൻ്റെ പിന്തുണ കിട്ടിയില്ലെങ്കിൽ അദ്ദേഹം അടുത്ത നിയമസഭാ ഇലക്ഷനിൽ മത്സരിക്കുവാൻ പറ്റാത്ത ഒരു സ്ഥിതിവിശേഷമുണ്ടായാൽ അദ്ദേഹം ബംഗാളിൽ നിന്ന് രാജ്യസഭയിലേക്ക് മത്സരിച്ച് വിജയിക്കുവാനുള്ള സാധ്യത കൂടുതലുണ്ട്.
ഒപ്പം തന്നെ അദ്ദേഹം കേരളത്തിലെ തൃണമൂലിൻ്റെ പ്രവർത്തനങ്ങളുമായി ചിലപ്പോൾ മുന്നോട്ട് പോയേക്കാം ചെയ്യാം. കാരണം അത്രത്തോളം സാമ്പത്തിക സ്രോതസ്സുകൾ തൃണമൂലിന് ഈ അടുത്ത നാളുകളിൽ ലഭിക്കുന്നുണ്ടെന്ന് ഒക്കെ സൂചനകൾ ലഭിക്കുന്നുണ്ട്. അത് ഉപയോഗിച്ചുകൊണ്ട് ഇവിടെ ശക്തമായി ഒരു തൃണമൂൽ അനുകൂല രാഷ്ട്രീയ സംവിധാനം രൂപപ്പെടുത്തിയെടുക്കുവാൻ അദ്ദേഹം ശ്രമിക്കാറുണ്ട്. മിക്കപ്പോഴും കോൺഗ്രസിൻ്റെ തന്നെ ചില പ്ലാറ്റ്ഫോമുകളിൽ പറഞ്ഞു കേൾക്കുന്ന ഒരു കാര്യമാണ് കോൺഗ്രസ് മിതത്വം പാലിക്കുന്നു, രാഷ്ട്രീയ എതിരാളികളോട് ഗാന്ധിസം പറയുന്നു, രാഷ്ട്രീയ എതിരാളികളോട് മമതാ ബാനർജി ഏറ്റുമുട്ടുന്നത് പോലെ ബംഗാളിൽ തിരിച്ച് അടി കൊടുക്കണമെന്നൊക്കെ ഉയരുന്ന വിവിധ തലങ്ങൾ കോൺഗ്രസിനകത്ത് തന്നെയുണ്ട്. അങ്ങനെ കുറേ പേർ തൃണമൂലിലേക്ക് പോകുവാൻ തയ്യാറായിരിക്കുന്നു എന്നൊക്കെയുള്ള വാർത്തകൾ പുറത്തു വരുമ്പോൾ ഒരുപക്ഷേ അൻവറിനെ വെച്ച് മമതാ ബാനർജി കേരളത്തിൽ തൃണമൂലിൻ്റെ ഒരു രാഷ്ട്രീയ പരീക്ഷണത്തിന് തയ്യാറായേക്കാമെന്നൊരു സത്യം കൂടി ഈ അവസരത്തിൽ നിലനിൽക്കുന്നുണ്ട്. എന്തായാലും അൻവറിൻ്റെ തീരുമാനം അത് ബാലിശമെന്ന് പറയുവാൻ പറ്റില്ല. വളരെ കണ്ണിങ്ങായിട്ടുള്ള രാഷ്ട്രീയ ചാണക്യൻ ആണ് എന്ന് തന്നെ അൻവറിനെ പറ്റി പറയാം. കാരണം അൻവർ ഒറ്റയടിക്ക് കുറച്ചധികം പക്ഷികളെ കൂട്ടിലാക്കാനുള്ള ശ്രമത്തിലാണ് എന്ന് തന്നെയാണ് യാഥാർത്ഥ്യം. ഒന്ന് കിട്ടിയില്ലെങ്കിൽ മറ്റൊന്ന് അൻവറിൻ്റെ കൂട്ടിലുണ്ടാകും എന്ന ഒരു സംവിധാനമാണ് ഈ അവസരത്തിൽ അൻവറിൻ്റെ നടപടികളിൽ നിന്ന് വ്യക്തമാക്കുന്നത്. ഒന്ന്, നിലമ്പൂരിൽ ഈ അവസരത്തിൽ മത്സരിച്ചാൽ ഒറ്റയ്ക്ക് മത്സരിക്കേണ്ടി വരും. കാരണം ഈ കുറഞ്ഞ ടൈം പീരീഡിനടുത്ത് യു ഡി എഫിൽ എത്താൻ പറ്റില്ല. അതുകൊണ്ട് അദ്ദേഹം യു ഡി എഫിന് നിരുപാധികമായി പിന്തുണ കൊടുക്കുന്നു. പക്ഷേ ആര്യാടൻ ഷൗക്കത്തിനെ മത്സരിപ്പിക്കരുത് എന്ന് സൂചിപ്പിക്കുന്നു. ജോയിയുടെ പേര് അവിടെ നിർദ്ദേശിക്കുന്നു എന്ന ഒരു സംഗതി കൂടിയുണ്ട്. ഒരുപക്ഷെ യു ഡി എഫ് ഇത് എല്ലാം തള്ളിക്കൊണ്ട് ഒരുപക്ഷെ ആര്യാടൻ മുഹമ്മദിനെ തന്നെ മത്സരിപ്പിക്കേണ്ടി വന്നാലും അൻവറിന് പിന്തുണയ്ക്കേണ്ടി വരും. കാരണം അൻവറിന് വേറെ ചോയ്സ് അവിടെ ഇല്ല എന്നാണ് യാഥാർത്ഥ്യം. ഒരിക്കലും CPM-നെ ഈ അവസരത്തിൽ പിന്തുണയ്ക്കുവാൻ കഴിയില്ല. ലാസ്റ്റിൽ നമ്മുടെ പാലക്കാട് സംഭവിച്ചതുപോലെ തന്നെ ചിലപ്പോൾ അൻവറിൻ്റെ ഒരു കീഴടങ്ങൾ ഉണ്ടായേക്കാം. കാരണം പാലക്കാട് ഒക്കെ അൻവർ കുറേ വിലപേശലൊക്കെ നടത്തിയെങ്കിലും അതൊന്നും സാധ്യമായില്ല. അവസാനം ഏകപക്ഷീയമായിട്ട് തന്നെ പാലക്കാട് തൻ്റെ സ്ഥാനാർത്ഥിയെ അൻവറിനെ പിൻവലിക്കേണ്ടി വന്നു. അതുപോലെ ഇനി ആര്യാടന് തന്നെ ഉറപ്പിച്ച് കോൺഗ്രസ് സീറ്റ് കൊടുത്താലും തൻ്റെ രാഷ്ട്രീയ വിരോധമൊക്കെ മാറ്റിവെച്ചുകൊണ്ട് അൻവറിന് ആര്യാടൻ ഷൗക്കത്തിനെ പിന്തുണയ്ക്കേണ്ടി വരും. അതിലും ചിലപ്പോൾ അൻവറിൻ്റെ ഈ കടുംപിടുത്തങ്ങൾ നടക്കില്ല. ഇനി ഒരുപക്ഷെ ആര്യാടനെ ഷൗക്കത്തിനെ മാറ്റിക്കൊണ്ട് കോൺഗ്രസ് അവിടെ ജോയിയെ പരീക്ഷിച്ചാൽ അത് അൻവറിനുള്ള വിജയവും ഇനി ആര്യാടൻ ഷൗക്കത്തിനെ തന്നെ കോൺഗ്രസ് അവിടെ നിർത്തിയാൽ അത് അൻവറിനുള്ള പരാജയവുമായിരിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. തൽക്കാലം ഈ വീഡിയോയുമായി വിടവാങ്ങുന്നു. മറ്റൊരു വീഡിയോയുമായി കാണുന്നതുവരെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക. നന്ദി, നമസ്കാരം. വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി കാണുന്നതുവരെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക. ജയ് ഹിന്ദ്.